അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ എന്റെ ജീവിതത്തിൽ വന്ന് കയറി ഇന്റർവ്യൂ തകർത്ത പോലെയാണ് കൊറോണ. അൺഎക്സ്പെക്ടഡ് ആയിട്ടല്ല, ആഴ്ചകൾക്ക് മുമ്പേ നീ വിളിച്ച് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ലൊക്കേഷൻ വരെ അയച്ചത്. തമ്പരി ഡ്രാമ ക്വീൻ ഓഫ് ദി സീസൺ. ചേച്ചി ഈ പ്രായത്തില് എനിക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോർ തറയുണ്ട്. ഈ പാട്ട് അതിനൊരു മറയാണ്. മിസ്റ്റർ ലോസ്റ്റ്. സൂപ്പർ ആയിട്ട് പാടി. ഓക്കെ ഗോപിച്ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ഗോപിച്ചേട്ടാ ജീവൻ നന്നായിട്ട് പാടി. നമുക്ക് ഒരു ഫെയർവെൽ സെഗ്മെന്റിലേക്ക് കടന്നേക്കാം. ഫെയർവെൽ സെഗ്മെന്റ് ഷോയിലെ കുറച്ച് ഇപ്പൊ നമ്മള് ക്ലാസ് ഓഫ് 2020 ചെയ്തതുപോലെ തന്നെ ഫെയർവെൽ 2020 ആണ് ചെയ്തത്. ഫെയർവെൽ 2020 ഓക്കെ. കൃത്യമായ ഒരു ഫെയർവെൽ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. സരിഗമപ്പ പോകുമ്പോ ഉള്ള ആ ഒരു ഓളം നല്ലോണം ഉണ്ടായിരുന്നല്ലോ. കൊറോണ ഇല്ലായിരുന്നു. ഓപ്പൺ സ്റ്റേജിൽ നടത്താൻ ലൈവ് ഗ്രാൻഡ് ഫിനാലെ ലൈവായി പ്ലാൻ ചെയ്ത അതിന്റെ പ്രൊമോ എടുത്തില്ലേ, കോഴിക്കോട് സ്വപ്നനഗരിയിലേക്ക് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങള് ഇങ്ങനെ സ്വപ്നനഗരിയിലാണ്, കോഴിക്കോടായിരിക്കും, ലൈവ് ആയിരിക്കും ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുകയും ചെയ്തു. എൻ്റെ മോനെ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സരിഗമപ്പ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു 10,000-10,000 ആൾക്കാരുടെ മുമ്പിൽ പോയി നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ അപ്പോഴാണ് വലിഞ്ഞേറി വന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ടല്ല, ആഴ്ചകൾക്ക് മുമ്പേ നീ വിളിച്ച് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ലൊക്കേഷൻ വരെ അയച്ചത്. അല്ലാത്തൊരു അൺഎക്സ്പെക്ടഡ് ആയി പോയി. തമ്പരി ഫെയർവെൽ ടൈറ്റിൽ. ആർക്ക് വേണമെങ്കിലും ഈ അവാർഡ് കൊടുക്കാം. ഓക്കെ, ഒരുമിച്ച് നോമിനേറ്റ് ചെയ്യുന്നു. ഒരുമിച്ച് നോമിനേറ്റ് ചെയ്യാം. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുക. എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായും ഓരോരുത്തരുടെ പോരായ്മ വിളിച്ച് പറയാം. ഞാൻ പറഞ്ഞാലും ശരിക്ക വർക്കത്തില്ല, ശരിക്ക പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. തീർച്ചയായും നമ്മുടെ വിശദമായിട്ടുള്ള പറച്ചിൽ അറിഞ്ഞൂടെ ആ കുട്ടിക്ക്. സെറ്റിലെ ചാറ്റർ ബോക്സ് വായ ഒന്ന് അടച്ച് മൂടിയിട്ടത് എനിക്ക് തോന്നിയതാണ്. അതിന്റെ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് വാ തുറന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല എന്നൊരു അർത്ഥമുണ്ട്. രണ്ട് കലബിലബിലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വാ തുറന്നാൽ നമുക്ക് അയ്യോ എല്ലാവർക്കും കൊടുക്കാം. എനിക്ക് തോന്നുന്നു സംസാരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ബാക്കി എല്ലാവരും നമുക്ക് സഹിക്കാൻ പറ്റും. ജാസിം ചില ഉഗ്രൻ തമാശകളായിട്ട് ഉഗ്രൻ തമാശകളാണ് പറയുന്നത് എന്ന വ്യാജേന ചില പരച്ചളികൾ അവനിടാറുണ്ട്. ആർക്ക് സഹിക്കാൻ പറ്റാത്ത കുറച്ച് കൗണ്ടേഴ്സ് അവൻ പറയാറുണ്ട്. അങ്ങനെ മ്യൂട്ട് ബട്ടൺ അവന് കൊടുക്കാം, ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാം. ബാക്കിയൊക്കെ സഹിക്കാം. പിന്നെ വേറെ എന്താ വെച്ചാൽ ചില ഈ അശ്വിൻ ഒരു പൊട്ടനാണ്. അശ്വിൻ ചില സമയത്ത് അപ്പുറത്തെ ജാസിനോട് ഗ്രാൻഡ് ഫിനാലെ കാണുന്നവർക്കറിയാം. ശ്രീജിഷ്, നമ്മുടെ ശ്രീജിഷ് ഒരു മഞ്ഞ, എൻ്റെ ശ്രീജിഷിന്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു മഞ്ഞ രാജമണിക്കുന്നതിലെ മമ്മൂക്ക ഇട്ടുണ്ടെന്ന പോലെ ഒരു മഞ്ഞ നല്ല മിനുസം ഉള്ള ഒരു ജുബ്ബ. ഓക്കെ, അപ്പൊ ജാസിമും അശ്വിനും ഓൾറെഡി ഫ്ലോറിൽ നിൽപ്പുണ്ട്. അപ്പൊ ഇവർ ഇൻട്രോയിൽ ഇങ്ങനെ നടന്നു വരിക. അപ്പൊ ഓൾറെഡി ഈ ഡ്രസ്സാന്ന് പറഞ്ഞപ്പം അശ്വിൻ എന്റെ മനസ്സിലൊരു തമാശ വന്നു. അത് ഡിസ്കസ് ചെയ്ത ആരോടാണ്? ജാസിമിനോട്. ജാസിമിനാണ് മ്യൂട്ട് ബട്ടൺ വേണ്ടത്. ഈ ഒരു തമാശ ഞാൻ പറഞ്ഞ എങ്ങനെ ആയിരിക്കും? ജാസിം പൊള്ളി മോനെ വേറെ ലെവൽ. അതവൻ ഗ്രാൻഡ് ഫിനാലിൽ പറയുകയും ചെയ്തു. നെയ്യ് പൊരിച്ച ഷർട്ടാണെന്ന്.
മ്യൂട്ട് ബട്ടൺ വേണമെങ്കിൽ നമുക്ക് ജാസ്മിന് കൊടുക്കാം. എല്ലാവരും കൂടെ ഓക്കെ, അപ്പൊ ജാസ്മിൻ മ്യൂട്ട് ബട്ടൺ. ഓക്കെ, മിസ്റ്റർ മോട്ടിവേറ്റർ അല്ലെങ്കിൽ മിസ് മോട്ടിവേറ്റർ, വാരിക്കോരി മോട്ടിവേഷൻ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരാള്. ഞങ്ങളുടെ ഒരു ഗ്രാൻഡ് ജൂറി ഉണ്ടായിരുന്നു, സജന ചേച്ചി. സജന ചേച്ചി അങ്ങനെയായിരുന്നു, ഫുൾ മോട്ടിവേഷൻ ആണ്. അനർഗന്ന് മോട്ടിവേറ്റ് ചെയ്ത് വേറെ ലെവൽ സാധനം. അതായത് നമ്മളിങ്ങനെ സംസാരിച്ചിങ്ങനെ നിൽക്കായിരിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ പറയുന്നൊക്കെ കംപ്ലീറ്റ് മോട്ടിവേഷൻ ആണ്. ആ ഗ്രാഫിൽ നേരെ താഴെ വരും, എന്നിട്ടാണ് ഈ സാധനങ്ങൾ. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവൻ പിന്നെ ഒരു പാലം പണിയാൻ തുടങ്ങി. അതായത് നമ്മൾ എത്ര രസമായിട്ടാണ് പാടിയത്. അപ്പം ഇവന് മനസ്സിലാവും സജിന് അടുത്ത സംസാരം. ഇവൻ അത് അടിപൊളിയായിട്ട് പാടി. എന്നിട്ട് അപ്പം നമുക്കൊരു കാര്യം, നമുക്ക് ആരാണ് ഗ്രൂമർ, ആരാണ് നമുക്ക് സജിനാണ്. ഓക്കെ, അപ്പം സജിനേച്ചി എന്താണ് പറയുന്നത്? അപ്പൊ അവന് നല്ല താഴോട്ട് കൊണ്ടുവന്ന് അവിടെ എത്തിക്കും. അപ്പൊ സജിന എനിക്ക് പറയാനുള്ളത് പിന്നെ അവിടെ നേരെ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നോർമൽ ആയാലും. പക്ഷെ ഉഗ്രൻ മോട്ടിവേറ്റർ ആണ്. ഒരുപാട് മോട്ടിവേഷണൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് മോട്ടിവേഷണൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ്, മോട്ടിവേറ്റർ, ഉഗ്രനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. സൂപ്പർ. ഇനി കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പെറ്റ്. ടീച്ചേഴ്സ് പെറ്റ് ആണെങ്കിൽ ഭരത്തിന് കൊടുക്കാം. ഭരത്തിന് ഒന്നിലധികം അവാർഡ് കൊടുക്കുന്ന പ്രശ്നമുണ്ടോ? ടീച്ചേഴ്സ് പെറ്റ് ആണെങ്കിൽ അവൻ ഭരത്തിന് കൊടുക്കാം. ഭരത അവനിങ്ങനെ തെന്നി മാറി കാണും, ചിരിയൊക്കെ ചിരിച്ച്. സെലിബ്രിറ്റീസ് പറ്റും കൂടിയാണ്. ഏത് നടിമാരും വന്നിട്ട് അപ്പൊ അവരുടെ പെറ്റായിട്ട് അവരോട് ഞാൻ വന്നു ഡാൻസ് കളിക്കാം. ഓക്കെ, മിസ്റ്റർ ഓർ മിസ് പരദൂഷണം. പരദൂഷണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ടും അയ്യോ സോറി, ഞങ്ങളല്ലാതെ വേറെ ആളെ ഞങ്ങൾക്ക് അറിയത്തില്ല. സോറി, ക്ഷമിക്കണം. ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ അവാർഡ് ശാരിക്കുക മിസ്റ്റർ പരദൂഷണം ഞങ്ങൾ തന്നെ എടുത്തു. മിസ്റ്റർ ഓർ മിസ് തള്ളു. സെൽഫ് പ്രൊക്ലെയിംഡ് തള്ളൻ ആണല്ലേ. ഇപ്പൊ നമ്മൾ അതും വേറെ കൊടുക്കണം. ശരിക്കും ഒരു പാവമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് തള്ളാണെങ്കിൽ അതെ, അത് പുള്ളി ഞാനൊരു പാവം, ഞാനൊരു അയ്യോ അയ്യോ ഞാനൊരു പാവം. എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊരു വർണ്ണപ്പട്ടം ശരിപ്പിക്കാതെ അങ്ങനെയാണ്. നമ്മളെന്താ അപ്പൊ മറ്റേ ബാക്കി എല്ലാവരും ഇതിലെഴുതുമ്പോ അങ്ങനെ അല്ല മുട്ട മലപ്പത്തിന് ഐപാട്. അയ്യോ ഇത് ഐപാട്, ഞാനൊരു പാവം. പക്ഷേ ശരിക്കും ആക്ച്വലി പാവമാണ്. അതുകൊണ്ട് തള്ളു ഞാൻ തന്നെ എനിക്കത് കാര്യം. ഞാനാണല്ലോ മൊത്തത്തിൽ ഒന്നും തരില്ല, ഒരു സാധനം തരില്ല. ജിമ്മൻ സിജു മസിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, മസിൽ മാത്രം. മൂക്കര് പോലെ 4 മസിലും അങ്ങനെ നോക്കണ സിജു ബ്രോ. ശരിക്കും ആക്ച്വലി സ്പീക്കിംഗ് ജിമ്മൻ ഗോപിച്ചേട്ടാ പുള്ളി ഇടയ്ക്ക് ഭയങ്കര കേട്ട് വരും. ഇടയ്ക്ക് അവിടെ വന്നിട്ട് 2 കിലോ ബിരിയാണി കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗോപിച്ചേട്ടൻ ശരിക്കും ഇപ്പൊ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുക. ഗോപിച്ചേട്ടൻ്റെ സൈസ് തന്നെ കണ്ടിട്ടില്ലേ? ഗോപിച്ചേട്ടനെ ഷാനിക്ക് ഫ്ലോറിലോട്ട് വിളിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ. ഞാൻ നേരെ ഷാനിക്കോട്ട് നിൽക്കും. ഞങ്ങൾ രണ്ടും നിൽക്കുമ്പോൾ മറ്റേ ഐഡിയയുടെ റേഞ്ച് പോലെ ഞങ്ങൾ നിൽക്കുന്നത്. ഐഡിയയുടെ റേഞ്ച് കേട്ടോ. അതെ ഗോപിച്ചേട്ടൻ എന്നാ ഉണ്ട്. അയ്യോ അയ്യോ ഗോപിച്ചേട്ടൻ ഞങ്ങള് ആസ്ഥാന ജിമ്മന്മാരൊക്കെ 2 ആണ്. ഗോപിച്ചേട്ടൻ ഉണ്ട് വേണം മസിലൊക്കെ ഇങ്ങനെ സൈസ് ഉണ്ടെന്ന് മസിലൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
ചെറുതായിട്ട്. പക്ഷേ സിജു ബ്രോയ്ക്കോ സിജു ബ്രോ വേറെ ഒന്നും മസിൽ മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല കേട്ടോ, മസിൽ മാത്രം. ഏതാ ഭാരതം എന്നാ ജിജി ബ്രോ ആ മസിലിന്റെ പരിപാടിയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. വലിഞ്ഞ് നമ്മുടെ പിന്നെ ഫ്ലോറിലൊക്കെ കയറിയിട്ടുണ്ട് ട്രഷർ കണ്ട് നടക്കുമ്പോ. ആ ആരോഗ്യവാനായി. അടുത്തത് ഒരു ഫീമെയിൽ നോമിനേഷൻ ആണ്. ഫീമെയിൽ നോമിനേഷൻ ഡ്രാമ ക്വീൻ ഓഫ് ദി സീസൺ. നമുക്ക് ഗ്രാൻഡ് ജൂറീസിന് ഓരോരുത്തരായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ഫസ്റ്റ് ആരെയും സജിലി അല്ലേ? സജിലി ഡ്രാമ ക്വീൻ. ഡ്രാമ ക്വീൻ അല്ല. സജിലി ഡ്രാമ ക്വീൻ. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇതിലാണ് നമുക്ക് സജിലിക്ക് കൊടുക്കും. മൊട്ടമാല അങ്ങനെയാണ്. കണ്ണൂർ വിഭവങ്ങളാണ് അദ്ദേഹത്തിന്. ഇത് വേറെ. പിന്നെ താഴത്തെ മെറിനില്ല, ഡ്രാമ ക്വീൻ അല്ല, എന്തോ ഓർക്കസ്ട്ര നല്ല ഉഗ്രമായിട്ട് കണ്ടില്ലേ നമ്മുടെ ഈ പിന്നെ ഹോം ഗാർഡ് ചേട്ടന്മാരൊക്കെ അതാണ്. പിന്നെ അയ്യോ ഷെരീഫിക്ക അല്ല, മിഥുനല്ല, ഇല്ല ക്വീൻ അല്ലേ. അപ്പൊ പിന്നെ മുകളിലേക്ക് പോകുമ്പോ ഇന്ദുമ്മ. ഇന്നുമില്ല, ഇന്ദുമ്മയില്ല, ടെററാ. ഡ്രാമ ഒന്നുമില്ല നമുക്ക്, ഡ്രാമയൊന്നുമില്ല ഇന്ദുമ്മയ്ക്ക്, ഫുൾ ടെററാണ്. പിന്നെ തൊട്ടിപ്പുറത്ത് ആഷിമ ഇല്ല, കണ്ണീർ ദന്ത്രികൾ ഒരു പ്രശ്നമൊക്കെ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ആ ചിരി വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ കരയുന്ന ഒരു പ്രത്യേകതരം കണ്ണീർ ദന്ത്രിയാണ് നോക്കുള്ളത്. മോള് പിന്നെ ഭദ്ര ഇല്ല, നോർമലാ, ഭയങ്കര ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മിനിമലിസ്റ്റ് ആക്ടർ. പുരികം കണ്ണും കൊണ്ട് മാത്രം എക്സ്പ്രഷൻ ഇട്ടുകൾ. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? ആരാ? ചേച്ചിക്ക് കൊടുക്കാം. ചേച്ചി സുജാത ചേച്ചിക്ക് എന്ത് പാട്ടാണ് ഈ പ്രായത്തില് എനിക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ചേച്ചിയാണ് ഉഗ്ര സാർ. ഞങ്ങളിങ്ങനെ ഫുള്ളവിടെ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ തൊട്ടടുത്തിരുന്ന ആളെ പറഞ്ഞു പിള്ളേരിലേക്ക് എത്താൻ കേട്ടോ. ഓക്കെ ചേച്ചി മിസ്റ്റർ ഓർ മിസ് പഞ്ചാര. കണ്ണേട്ടനെ വിട്ടുപിടിക്കണം. കാരണം എന്താ? കണ്ണേട്ടനെ പറഞ്ഞു കണ്ണേട്ടന്റെ ഫാൻസ് പൊങ്കാലാണെന്ന് തുടങ്ങി എനിക്ക്. കന്നഡ എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഫാൻസ് ഉണ്ട്. ഞങ്ങളെ ആരും വന്ന് തെറി വിളിക്കരുത്. അതെ, ഞങ്ങളൊരു സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ലാതെ. പഞ്ചാര ശരീരത്തിൽ അവനും ചെറുതാണെങ്കിലും അവന്റെ വായിന്ന് വരുന്നത്, പ്രത്യേകിച്ച് പഞ്ചാരയുടെ കാര്യത്തിൽ ഭരത് എല്ലാരും കേട്ടോ. പിന്നെ നമ്മൾ ആരും അറിയാത്ത ഒരു പഞ്ചാരമുണ്ട് ആ കൂട്ടത്തിൽ. ഒരു സൈലന്റ് പഞ്ചാരമുണ്ട്, ലിബിൻ. ലിബിൻ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. സിംഹം വേണ്ട, സിംഹമൊക്കെ കേട്ടാണ്ടല്ലോ കടിച്ചു കൊല്ലും നിന്നെ. ആരാ എന്നെ അപമാനിച്ചത്? നോ. ഓക്കെ, ഒന്നാമത് വംശനാശം വന്നോണ്ടിരിക്കും. അതെല്ലാരും കുറച്ച് പങ്കിട്ടുണ്ട്. അവര് തമ്മിലൊരു അടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ആലോചിച്ച് കണ്ടിട്ടാണ് അങ്ങനെ ഞങ്ങൾ സമ്മതിക്കേണ്ട സർഗോച്ചേട്ടനെ. ഞങ്ങളെ രണ്ടുപേരും സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എല്ലാത്തിനും കൂടെ സർഗോച്ചേട്ടൻ ഏറ്റവും വലിയ ക്ഷമയ്ക്ക് വല്ല അവാർഡം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കൊടുക്കാം. അയ്യോ എടാ അടങ്ങ്. ഓക്കെ അയ്യോ. ശരി, നെക്സ്റ്റ് വൺ. മിസ്റ്റർ ഹൈപ്പർ ആക്റ്റീവ്. തുള്ളിച്ചാടി ലിറ്ററലി ജീവൻ ആ ഷോയുടെ ജീവൻ തന്നെയാണ്. ഇതുപോലെ കാരണം ഇങ്ങനെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇവൻ
പറഞ്ഞു. ഓ ഇടയ്ക്ക് ഇറങ്ങി പറയട്ടെ. അതായത് രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ഈ പരിപാടി രാത്രി 9 മണി വരെ പോണം. അത് ഈ വായിട്ടളിച്ച് ഇങ്ങനെ ഹൈപ്പറായിട്ട് ഇവൻ നിർത്തിയില്ലെങ്കിൽ ബാക്കി എല്ലാവരും അവിടെ എന്താ ഇത് അങ്ങനെ ഇരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കണം, അവന്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പൊ അവൻ അല്ല കേട്ടോ, അത് സരിഗമ ഷൂട്ട് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ രാവിലെ 8-9 മണിക്ക് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ രാത്രി 9-9:30 വരെ നമുക്കതിന് പ്രേക്ഷകർക്ക് സരിഗമ ഒരു സെലിബ്രേഷൻ ആണ്, അടിച്ചുപൊളി എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ കൊണ്ടുപോകണം. ഒരു ഡ്രോപ്പ് താഴെ പോയി കഴിഞ്ഞാൽ ഇന്നെന്തോ ഒരു ഡള്ളായല്ലോ എന്ന് തോന്നും. നമ്മൾ ഇതിന്റെ ഇരട്ടി നിന്നാൽ മാത്രമേ ടി വിയിൽ അത് വരുള്ളൂ. നമ്മളൊരു 200% ഇങ്ങനെ ചാടി ഓടി നിന്നാൽ മാത്രമേ അത് പ്രേക്ഷകരിലേക്ക് ഒരു പറയും. പിന്നെ ഒന്ന് ഡൗൺ ആവുന്നുണ്ട്, അത് കറക്റ്റായിട്ട് സർവചനം പറയും. ഒന്ന് പേസ് പറയുമ്പോൾ സർവചനം അപ്പം പിള്ളേർ റിഹേഴ്സലിന്റെ സമയത്താണ് വരുമ്പോൾ ഇത്തിരി താഴെ പോകുന്നുണ്ടോ, കേട്ടണ്ടേ പിന്നെ 2 ഓരിയിടല്, പിന്നെ 2 അലവ്, അതാണ്. പിന്നെ ഓരിയിടലാണ് കളി മൊത്തം. ശരി, ഓക്കെ. ഹൈപ്പർ ആക്റ്റീവ് ജീവിക്കാതിരിക്കുന്നു. മിസ്റ്റർ ട്രോളൻ. എന്ത് കൊടുക്കുക? ട്രോളൻ ഓഫ് ദി സീസൺ. ട്രോള് അക്ബർ ഉഗ്രൻ ട്രോൾ. അവിടെ ഉള്ളവരെ മാത്രമല്ല, നമ്മള് ക്ഷണിച്ചു വരുത്തുന്ന സെലിബ്രിറ്റീസിനെ വരെ അതിനു വേണ്ടി അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീഡിയോ വരെ ഉണ്ടാക്കി അവിടുത്തെ ചുവരിൽ തന്നെ പ്രദർശിപ്പിച്ച് കാണിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അക്ബർ ഇല്ല. ആസ്ഥാന ട്രോൾ. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോർ തറയുണ്ട്. ഈ പാട്ട് അതിനൊരു മറയാണ്. അതിനു വേണ്ടി അവൻ മെനക്കെടും. അതിന് പാട്ട് അത് പിന്നെ പഠിക്കാൻ അതിനുള്ള പണി ആലോചിക്കണം. അങ്ങനെയാണ് അവൻ പാട്ടിന്റെ പരിവരെ മറന്നു പോകുന്നത്. ആ സമയത്ത് വേറെ ഏതെങ്കിലും ട്രോൾ ഉണ്ടാക്കാം. സത്യം. ശരി, മിസ്റ്റർ ലോസ്റ്റ്. ലോസ്റ്റ് ഉറക്കത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതായത് ഒരു 7 മണിക്ക് ശേഷമാണെങ്കിൽ ഗോപിച്ചേട്ടൻ. സരിഗമ ഷൂട്ട് തുടങ്ങി വൈകുന്നേരം 7 മണി വരെ ആ അവാർഡ് ചിലപ്പോ നമുക്ക് ലിവിന് കൊടുക്കും. 7 മണിക്ക് ശേഷം ഗോപിച്ചേട്ടൻ. അത് എന്തോരം ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. ഇങ്ങനെ ഒറ്റ ഇരിപ്പ. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് കണ്ണ് തുറന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലല്ലേ? അതായത് ഇങ്ങനെ ഇത് ഗോപിച്ചേട്ടൻ. ഇത് ഞാൻ സൂപ്പറായിട്ട് പാടി. ഓക്കെ ഗോപിച്ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ഗോപിച്ചേട്ടാ ജീവൻ നന്നായിട്ട് പാടി. അയ്യോ, അങ്ങനെ പല സംഭവം. ഇത് ആദ്യമൊക്കെ ഇത് മനസ്സിലാകത്തില്ലായിരുന്നു, പക്ഷെ ഒന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞങ്ങള് ടേക്ക് പറയുന്നത് ഗോപിച്ചേട്ടാ സെറ്റല്ലേ? ലോകത്തിൽ ആദ്യം കണ്ണ് തുറന്നുറങ്ങുന്ന ഒറ്റ ഇരിപ്പായിരിക്കും. നമ്മള് വിചാരിക്കും വാട്ടെ മനുഷ്യൻ, എന്താ ആസ്വാദനം. പുള്ളി ഉറങ്ങുക. ഓക്കെ, ശരി, അടുത്ത ഇതൊരു ഫീമെയിൽ നോമിനേഷൻ ആണ്. ഓക്കെ, മിസ് തൊട്ടാവാടി അല്ലെ മിസ് സെൻസിറ്റീവ്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് സങ്കടമൊക്കെ വന്ന് ഇമോഷണലായി സീനാക്കുന്ന വ്യക്തി. ഇല്ല, നമ്മൾ അവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ തൊലിക്കട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആരുമില്ല അങ്ങനെ ഒരാളും ഒന്ന് പറഞ്ഞ് രണ്ടിന് കരയത്തില്ല. അയ്യോ, എല്ലാവരും കാര്യം അറിയാം. അങ്ങനെ തൊലിക്കട്ടി വേണമെങ്കിൽ പ്ലീസ് സമീപിക്കുക. അല്ല, അവിടെ അങ്ങനെ അവിടെ നമ്മുടെ വായിൽ എന്തേലും ഇങ്ങനെ വീഴാൻ നോക്കിയിരിക്കുക, ചുറ്റും നിൽക്കുമല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ ഷാനിക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ 2 സൈഡിലും ഇങ്ങനെ ഇരിക്കും എന്തെങ്കിലും വീഴാൻ. ഇതേപോലെ തന്നെ ഞാനിങ്ങനെ നിൽക്കുന്നത്. ഇവിടെ അവന്മാര് ഇവിടെ ഗ്രാൻഡോ അയ്യോ ഫ്രണ്ടിൽ 3 പേര്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം സംസാരിക്കുന്നതിന് പോലും 100 തവണ ആലോചിക്കും, എന്നിട്ടും കയ്യിൽ നിന്ന് പോകും. അപ്പം നമ്മൾ ആ കിട്ടുന്ന വാങ്ങിക്കുക, അടുത്ത പരിപാടി നോക്കുക. അത്രേ ഉള്ളൂ. എനിക്ക് അഥവാ ആദ്യത്തെ ഒരു കയ്യൂലി മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ എന്തെങ്കിലും ചെറിയ അയ്യോ എന്നെ അങ്ങനെ
അങ്ങനെ പറഞ്ഞല്ലോ. രണ്ടാമത് ഇതൊരു ശീലമായി, എന്ത് വന്നാലും കിട്ടും എന്നുള്ളതാണ്. 1.5 വർഷം ഇവരുടെയൊക്കെ കൂടെയല്ലേ പോകേണ്ടത്. അവിടെ ഇനി എന്താ അവിടെ ഇനി എന്ത് കാണിക്കുന്നു? അല്ലെങ്കിൽ പിന്നെ റാംബോക്ക്, അങ്ങനത്തെ റാംബോക്കൊക്കെ ഇവിടെ നടക്കുമോ? ഇവിടെ സാരി എടുത്തവരൊക്കെ ഇരിപ്പുണ്ട്, ഇവിടെ ബ്ലൗസും പാവാടായിട്ട് വന്നൊരു ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കുന്ന എന്റെ കൂടെ ഇരിക്കുന്ന മ്യൂസിക് ഡയറക്ടർ കാല് വരെ ഞാൻ പിടിച്ചു. അതേ മ്യൂസിക് ഡയറക്ടറുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചൊരു സാരി ഇട്ട് റാംബോക്ക് നടത്തി. ഇത് വേറെ ഏത് ഷോയിലുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ വന്നതിന് ശേഷം നമുക്കൊരു ഇല്ല, സീറോ. ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇവിടെ ഈ സാധനത്തിന് മുമ്പിൽ. അതെ, കൂടുതൽ ഇനി എന്താ വേണ്ടത്? മനസ്സിലായില്ലേ? ഞാനും പഠിക്കും കുറച്ചൊക്കെ സ്കൂളിൽ നിന്ന്. ഇല്ല, ഇന്നത്തെ കൊണ്ട് സെറ്റാ. ഇന്നത്തെ ട്രയൽ സെഷൻ ആണ്. ഇന്ന് നീ സെറ്റാണ്. ഒരു റോസാപ്പൂ എങ്കിലും വെക്കണോട്ടോ, ഞാൻ ഇങ്ങനെ കിടക്കും. ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സെൻസിറ്റീവ് ആരുമില്ല, നമ്മുടെ പിള്ളേരെല്ലാം സ്ട്രോങ്, നമ്മളെല്ലാരും സ്ട്രോങ്. ഓക്കെ, കുഴി മടിയൻ ഓഫ് ദി സീസൺ. ഹരി. മൈക്കിലൂടെ ഏറ്റവും കേൾക്കുന്ന 2 പേരുകൾ എന്ന് പറയാം, സർക്കോച്ചേട്ടാ, പിന്നെ ഒന്ന് ഹരി. ഹരി എല്ലാരും വിളിക്കുന്ന പേര് ഹരി. പക്ഷെ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന വേണം അല്ലേ? മടി വേണേ ലിബിൻ. ഗ്രാൻഡ് ജൂറിയിൽ ആർക്കും നമ്മൾ കൊടുത്തില്ല. ഗ്രാൻഡ് ജൂറിയിൽ ആർക്കും ഗ്രാൻഡ് ജൂറി ഞാൻ എന്റെ മനസ്സിൽ വന്നു. ഗിരിഷണ്ണും ഇല്ല, ഗിരിഷണ്ണും മടിയില്ല, കുറച്ച് എക്സ്ട്രാ ആക്റ്റീവാ. മടിച്ചു മതിയാണ്, അത് ഭദ്ര കൊടുക്കാം. ഭദ്ര കുഴി മടിച്ച്. അതായത് എനിക്കിപ്പോ ഒരു കാര്യം ഓർമ്മ വന്നത്, അതായത് നമ്മള് ഭദ്ര ചേച്ചി ആദ്യമായിട്ട് സരിഗംബയിലേക്ക് വരുമ്പോ ഗ്രാൻഡ് ജൂറിസിന്റെ കൂട്ടത്തിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ മടിയുടെ ആണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നടുക്ക് നിൽക്കുമല്ലോ, അപ്പൊ എനിക്ക് എല്ലാവരെയും കാണാമല്ലോ. ഞാൻ ആദ്യത്തെ 1-2 എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മടി കൂടിയിട്ടാണെന്ന് എനിക്കറിയില്ല, ഭദ്രജി ഇരിക്കുന്നത് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ഞാനത് ശ്രദ്ധിച്ചു. ഇത്ര ബുദ്ധിമുട്ടുന്ന നേരെ കസേരയിലൊക്കെ റിലാക്സ് ആയിട്ട് പാട്ട് എത്ര പാട്ടങ്ങനെ കിടന്നു. പാട്ട് കുഴപ്പം. അല്ല, നമ്മൾ മടിക്ക് ഭദ്ര ചേച്ചിക്ക് കൊടുത്തു. ആരുമില്ല. സോറി, കൊടുക്കൂല, പിന്നെ അത് മതി. അതെ, ആ സരിഗമപ്പല്ല ആരും സോറി ഞങ്ങളെ കൊണ്ടില്ല, അത് പറ്റില്ല. ഓരില്ല, ആരും വേണ്ടേ, ആരുമില്ല, ഒരാൾ പോലില്ല. മരുന്നിന് പോലും ഒരാൾ. എവിടെ പോയാലും ഫുഡാണ് ഈ ഒരാളുടെ പ്രയോറിറ്റി. താട്ടൊക്കെ പിന്നെ ഫുഡ് ആദ്യം. കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തിൽ പുണ്യം നന്ദേ. അയ്യോ, കോട്ടയം അയ്യപ്പാസ് അയ്യോ, എനിക്ക് നന്ദയും പുണ്യം കൂടെ 6 പേർക്കുള്ള ഇഡലി കഴിക്കും. 6 പേർക്കുള്ള ഇഡലി കഴിക്കും. 6 പേര് 3 ഇഡലി വെച്ചാണെങ്കിൽ എത്ര? 18 ഇഡലി അല്ലേ? സിമ്പിൾ ആയിട്ട് കഴിക്കും. 8 ദോശ വീതം കഴിക്കും. 8 ദോശ. ദോശക്ക് ഈ വലിപ്പമുണ്ട്. മറ്റേ ബട്ടൺസ് ദോശയല്ല, സാമാന്യ വലിപ്പമുള്ള ദോശ. പോട്ടെ, ഇടത്തരം ദോശ. 16 ദോശയൊക്കെ കഴിക്കും രണ്ടുകൂടെ. അവർ വരുന്നത് തന്നെ പ്ലാൻ. രാവിലെ 16 ദോശ, ഉച്ചക്ക് 2 ചെമ്പ് 2 ചെമ്പ് ചോറ്. രാത്രി ഓരോ പ്ലേറ്റ് കഴിക്കത്തുള്ളൂ, ബാക്കി പൊതിഞ്ഞ് റൂമിൽ കൊണ്ടു. അതെ, മിണ്ടിയും പറഞ്ഞു റിലാക്സ് ആയിട്ട് കഴിക്കും. ഗ്രാൻഡ് ടൂറിസ്റ്റിന്റെ കൂട്ടത്തിലാണെങ്കിൽ സജിലി അയ്യോ നല്ല ഫുഡ് കഴിക്കാൻ മാത്രമല്ല, ഇൻസ്പിറേഷനിലാണ് ഓരോ ഡ്രസ്സും. ഫുഡ് നല്ലോണം കഴിക്കും സജിലി. മിസ്റ്റർ ഓർ മിസ് ഇൻട്രോവേർട്ട്? മിണ്ടാപ്പൂച്ച. കലവടം. നമ്മുടെ മീര ടീച്ചർ പാവം ഒന്നും മിണ്ടില്ല. നമ്മൾ പറയുന്നൊക്കെ കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കും. അത് ഇൻട്രോവേർട്ട് ആയിട്ടല്ല,
ബേസിക്കലി അങ്ങനെ ആയതുകൊണ്ടാണ്. ആരും അവിടെ ആരാ മിണ്ടാത്ത? ആരും ഇല്ല മിണ്ടാത്ത. മിണ്ടാത്ത ആൾക്കാരെ നിങ്ങൾ മിണ്ടിക്കുമല്ലോ, അതാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ, പിന്നെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നൗഷാദ് മാഷ്. അതാലോചിച്ച് നോക്കിയേ, നൗഷാദ് മാഷ് നമ്മുടെ തുടങ്ങുമ്പം നൗഷാദ് മാഷ് എങ്ങനെയായിരുന്നോ സരിഗമപ്പയുടെ ഗ്രാൻഡ് ഫിനാലയിൽ എങ്ങനത്തെ മാഷിനെയാണ് നമ്മുടെ പ്രേക്ഷകർ കണ്ടത്? അതാണ് നമ്മൾ കണ്ട നൗഷാദ് മാഷ് ഇങ്ങനെ നിൽക്കും, വാ 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 മനോരൻ, അതായത് ഇങ്ങനെ നിൽക്കും. നമ്മളെന്ത് എന്താണ് പറയാനുള്ളത് കുട്ടികളെ പറ്റിയിട്ട്? മൈക്ക് ഇങ്ങനെ എടുത്ത് അടുത്ത് വരുമ്പോൾ തന്നെ ഓക്കെ 10 മിനിറ്റ് എഡിറ്റർ അപ്പത്തിന് 10 മിനിറ്റ് ചേർക്കും. അത് ഇപ്പോഴത്തെ നൗഷാദ് മാഷ്, ഇപ്പോഴത്തെ നൗഷാദ് മാഷോ ഇല്ല, ആരുമില്ല. ഇൻട്രോവേർട്ടിനൊക്കെ നമ്മൾ അടിച്ച് പിഴിഞ്ഞ് റിട്ടേക്ക് അവിടെ ഒന്ന് അല്ല, ബേസിക്കലി സരിഗമപ്പയുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് തന്നെ ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഈ പിള്ളേർ നാച്ചുറലി ഇങ്ങനെ അവിടെ വന്ന് ഫസ്റ്റ് ടൈം ഇരിക്കുമ്പോഴും നാച്ചുറലി അവരുടെ ഉള്ളിൽ പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പുറത്ത് പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പാടാൻ പേടി. നമ്മൾ ആദ്യത്തെ ഒരു 2-3 എപ്പിസോഡിൽ തന്നെ ഈ സംഭവങ്ങൾ ആദ്യം തന്നെ വിളിച്ചോണ്ടിരുന്നത് ഗോപി സർ, സുജാത മാം, ഷാൻ സർ. അത് മാറ്റി ഗോപി ചേട്ടൻ, സുജാത ചേച്ചി, ഷാനിക്കാനായി. അങ്ങനെ തലക്കറി ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ അതെ, നമ്മൾ വിചാരിച്ച നൽകിക്കോട്ടെ, പാട്ട് തന്നുണ്ടല്ലോ അതുപോലെ. അപ്പൊ നാച്ചുറലി ഇവരുടെ സിംഗിങ് മാത്രമല്ല, കോൺഫിഡൻസും കൂടുന്നുണ്ട്, ആളുകളോട് സംസാരിക്കാനുള്ള ഇതും കൂടുന്നുണ്ട്. അവിടെ സെലിബ്രിറ്റീസ് വരുമ്പോൾ അവരോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലേ? അതെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ലിബിൻ അവൻ ഫുൾ ടൈം കിടന്ന് ഉറക്കമാണ് എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് ഇപ്പം പിന്നെ ലിബിനാണ്. നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ മന്ത്രിയായിട്ട് വന്ന ലിബിനല്ലേ. ലിബിൻ എന്തോരം ആക്ടില് പെൺകുട്ടിയായിട്ട് ചെയ്തു, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ജാസിമിന്റെ മോഹമുന്തിരി ലിബിൻ എന്നിട്ട് അവസാനം ഗപ്പ് കൊണ്ടുപോയി. അതാണ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മുന്തിരി ഇറങ്ങിയോ? അതുകൊണ്ട് സരിഗമപ്പ സീസൺ 2 മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയുവാണ്, രണ്ടും കൽപ്പിച്ച് വന്നാൽ മതി. മിണ്ടാതിരിക്കാനോ പിന്നെ എന്താ ഡീസന്റ് ആവാനോ ശ്രമിക്കരുത്. അതെ, നമ്മൾ എങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണ്. അതാണ്, യാതൊരുവിധ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, യാതൊരുവിധ ഫേക്ക് പരിപാടി ഒന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മൾ കാണിക്കുന്നത്. യെസ്, അതാണ് അങ്ങനെ, അതാണ് സരിഗമപ്പ. ട്രാൻസ്പെറന്റ് ആണ്. അതാണ് നിങ്ങൾ കൊടുക്കേണ്ട അവാർഡുകളൊക്കെ കൊടുത്തു. സ്പെഷ്യൽ മെൻഷനായിട്ട് എടുത്തു പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും പറ്റി സ്പെഷ്യൽ മെൻഷനായിട്ട് എടുത്തു പറയേണ്ടത് മിസ്റ്റർ ബുജി ഷെരീഫ് കൊടുക്കണോ? വേണ്ട, ഷോ മാത്രം. മിസ്റ്റർ കൃഷിക്കാരൻ, അത് കർഷകശ്രീ അവാർഡ്. കർഷകശ്രീ അവാർഡ് നമുക്ക് ഷെരീഫാക്കണം. ഇത് എന്താണ് കർഷകശ്രീ, എന്താണ് കൃഷി എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ സരിഗമപ്പയുടെ എപ്പിസോഡ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. ഞങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ സരിഗമപ്പയായിട്ട് വളരെയധികം ബന്ധമുണ്ട്. എല്ലാവരും സരിഗമപ്പ കാണാത്ത എപ്പിസോഡ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുത്ത് ഇന്റർവ്യൂ ആണ്. അതായത് കേരളത്തിൽ മാത്രമല്ല കൃഷി, ദുബായിൽ കുറച്ചധികം സ്ഥലങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ഇറ്റലിയിൽ പോയിട്ട് ഇച്ചിരി കൃഷി നടത്തിയിട്ടുണ്ട്. ഈ എനിക്ക് തോന്നുന്നു വിള ഇറക്കാൻ വേണ്ടിട്ട് ഈ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ യുഎസിലേക്ക് പോകേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ട് പറ്റിയില്ല, കൃഷി കിടന്നേനെ. അയ്യോ, എന്റെ പോലും പിന്നെ സ്പെഷ്യൽ മെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത്രയും വാദൊരാള് ഈ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ സരിഗമപ്പ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇത്രയും അധികം എന്താ ഓവർ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ സർഗോ ചേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളൊക്കെ കൊണ്ടുവന്ന സർഗോ ചേട്ടനാ. സർഗോ ചേട്ടൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ മോളിൽ നിങ്ങളെ താഴോട്ട് നോക്കി കാണുമ്പോൾ അതായത് പൈററ്റ്സ് ഓഫ് ദി കരീബിയനിലുള്ള കപ്പൽ കൊണ്ടുപോകുന്നവരെയാണ് അതെ, അത് മൊത്തത്തില് പിടിച്ചു നിർത്തുന്നതിനേക്കാളുപരി ഞങ്ങൾക്കൊക്കെ വേണ്ട ഫ്രീഡം തന്നു എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ മ്യൂസിക് റിയാലിറ്റി ഷോ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് മ്യൂസിക് റിയാലിറ്റി ഷോയുടെ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട്
ഇപ്പൊ ജോലി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഷാൻ ജീവ. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള സ്പേസ് വേണ്ട, നമുക്ക് അത്രയൊന്നും കൗണ്ടേഴ്സ് പോകണ്ട, ഇതൊരു മ്യൂസിക് റിയാലിറ്റി ഷോ ആണ്. അല്ലെങ്കിൽ പറയണ മ്യൂസിക് ഡയറക്ടറോട് അങ്ങനെ നീ സംസാരിക്കണ്ട, റെസ്പെക്ട് ഒക്കെ കൊടുത്ത് സംസാരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മൊത്തം ഇതങ്ങ് പോയി. പിന്നെ എല്ലാം റെസ്ട്രിക്റ്റഡ് ആയി. ഇവൻ എന്നോട് എന്തെങ്കിലും തുറന്നു പറയുന്നതിന് മുമ്പ് ഇവൻ ആലോചിക്കും, ഓ അത് വേണ്ട, ഇത് അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഓക്കെ ആണെങ്കിലും ഞങ്ങൾ രണ്ടും കൂടെ ഗ്രാൻഡ് ജൂറീസിന്റെ മേളിൽ കുതിര കയറാൻ പോകാറുണ്ട്. ഇപ്പൊ പിന്നെ ഈ ഒരു സരിഗമ വെച്ച് നോക്കുമ്പോൾ പിള്ളേരെ ഗ്രൂം ചെയ്യുന്നത് നമ്മുടെ ഗ്രാൻഡ് ജൂറീസാണ്. അപ്പൊ അവരെ നമ്മൾ ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് റെസ്പെക്ട് പോകുന്ന സർവ്വചേട്ടൻ ചിന്തിച്ചു കഴിഞ്ഞാലും ആ ഒരു താളം അവിടെ പോകും. ഇതങ്ങനെയല്ല, നിങ്ങൾ ആക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്ററി സർവ്വചേട്ടൻ നിർത്തുകയും ചെയ്യും. അതല്ലേ കൃത്യം നമ്മൾ 4-4.5 മണിക്കൂറാണ് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. 4.5 മണിക്കൂർ. ആ 4.5 മണിക്കൂറിൽ 1 മണിക്കൂർ 20 മിനിറ്റ് അല്ലെങ്കിൽ 22 മിനിറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അത്രയും ക്രിസ്പായിട്ട് ആ കാര്യങ്ങൾ. എന്നാൽ ഞങ്ങൾക്ക് എന്തോരം എൻജോയ് ചെയ്ത സംഭവങ്ങളും മിസ്സായി പോയിട്ടുണ്ടെന്നറിയാം. ഇതിലും ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മിസ്സായി പോയിട്ടുണ്ട്. സീസൺ 2 വരുന്നുണ്ട്. സീസൺ 2 ആണ് ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്ലേ ഗ്രൗണ്ട് ആവാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് കോമ്പിനേഷൻ ഇന്റർവ്യൂ ആണ്. സരിഗമപ്പയാണ് നിങ്ങളെ ഈ എപ്പിസോഡും ഐ തിങ്ക് ഇങ്ങനെ ഒരു ബോണ്ട് കൊണ്ടുവന്നത്. സോ വൺ ലാസ്റ്റ് തിങ് രണ്ടുപേർക്കും പറയാൻ വേണ്ടിയിട്ട്, ഈ ഹോൾ ജേർണിയിൽ വൺ ബെസ്റ്റ് മെമ്മറി ഒരൊറ്റ ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ, എനിക്കറിയാം ഒരുപാട് ഉണ്ടാവുന്നു, പക്ഷെ ഒരൊറ്റ ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏത് മെമ്മറി പിക്ക് ചെയ്യും? മനസ്സിൽ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ. ഞാൻ ആലോചിച്ചതേ ഉള്ളൂ, ഞാൻ ആലോചിച്ചേ ഉള്ളൂ. സരിഗമപ്പ ഗ്രാൻഡ് ഫിനാലയിൽ ഞങ്ങൾ വൈൻഡപ്പ് പറയുമ്പോൾ ഞങ്ങൾ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എത്രയും ഭയങ്കര അഫെക്ഷൻ അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര ഒരു ക്ലോസ് ബോണ്ടിങ് ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ തമ്മിൽ. ഇനി അങ്ങോട്ട് എല്ലാ എപ്പിസോഡ് വൈൻഡപ്പ് പറയുമ്പോഴും അടുത്ത എപ്പിസോഡ് അടുത്ത 1 മാസം ഉണ്ട്, കുഴപ്പമില്ല, 1 മാസം നമുക്ക് ഗ്രൂമിങ് ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് വരും. പക്ഷെ ഇതങ്ങനല്ല. ഇനി എല്ലാവരും കാണാം, ഇതങ്ങനല്ല. ഇനിയില്ല, ഇനി അടുത്ത സീസൺ. അതെപ്പോഴാണ്, അത് എത്ര ഫാസ്റ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ വന്ന് ഇത്രയും ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, ദൈവമേ ഈ ഒരു വൈൻഡപ്പ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാമിലി, കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ നമ്മൾ സരിഗമപ്പ സീസൺ 2 ഗ്രാൻഡ് ജൂറിയും ജഡ്ജസും ഇപ്പൊ ഞാനുണ്ടെങ്കിൽ ഞങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ പിള്ളേര് ഇതെല്ലാം കൂടെ ചേർന്നാണ് സരിഗമപ്പ. നമുക്ക് അത്രയും നല്ല പിള്ളേരെ കിട്ടി, അവരെ അത്രയും കാര്യമായിട്ട് കൊണ്ടുവന്ന് അത്രയും ഫ്രീ ആക്കുന്നത്. ഇവരൊക്കെ മസിൽ പിടിച്ചിരുന്നാൽ തീർന്നില്ലേ ഗ്രാൻഡ് ജൂറീസ് അല്ലേ? ഞങ്ങളിവിടെ ഗ്രൂം ചെയ്യിക്കാനാണ് വന്നത്. ഞങ്ങളപ്പോൾ ഒരു പരിധിക്കപ്പുറം താഴെ എല്ലാ അലമ്പിനും എല്ലാവരും ഉണ്ട്. ഇതില്ലായിരുന്നെങ്കിൽ സരിഗമപ്പ, ഞങ്ങൾ എപ്പോഴും പറയും സരിഗമപ്പ ഒരു ഫാമിലിയാണ്. അത് ഗ്രാൻഡ് ഫിനാലയിൽ വൈൻഡപ്പ് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ആ ലാസ്റ്റ് കുറച്ച് മിനിറ്റ്സിലാണ് കണ്ണൊക്കെ നിറഞ്ഞു. ആകെ ഒരു നമുക്കറിയാം ഈ ഒരു ദിവസം വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പം ഇത് ഇത്രയും ടഫായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒബ്വിയസ്ലി ഒരു ഷോ തുടങ്ങുമ്പോൾ അതിന് എന്തായാലും ഒരു എൻഡ് ഉണ്ടാവും. അപ്പൊ ആ എൻഡിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ ഇത് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ ഇത് ആലോചിച്ച് പോയ ഒരു മൊമെന്റ് ആണ്. അതാണ് കാരണം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ പിന്നെ ഇല്ല അല്ലേ, അങ്ങനെയൊക്കെ കാഷ്വൽ ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സ്റ്റേജിൽ എത്തിയിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ ഈ ക്യാമറ നോക്കിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോഴാണ് ഈ റിയാലിറ്റി ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യണം. അതായത് ഇനി സീസൺ 2 എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നതെന്ന് അറിയില്ല, കാരണം കൊറോണ ഉള്ളതുകൊണ്ട്. അപ്പൊ ആ റിയാലിറ്റി ഹിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ ഉള്ളിൽ ചെറിയൊരു ലൈറ്റ്നെസ് വരുന്നത്. ഇവന്റെ കണ്ണൊക്കെ പറഞ്ഞു. എല്ലാവരും അന്ന് ഒരു ഭയങ്കര ഒരു മൂഡായിരുന്നു അത്. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലുള്ള ആ ഒരു മൊമെന്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം ഞാൻ എന്റെ പിന്നെ വൈൻഡപ്പ് പറയുന്ന സമയത്ത് എനിക്ക് ഞാൻ ബ്രേക്ക് ആയിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അതൊരു വല്ലാത്ത അല്ലാതെയുള്ള മെമ്മറീസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ എപ്പിസോഡും നമുക്ക് മെമ്മറീസ് ആണ്. എല്ലാം ഈ പറഞ്ഞ പോലെ റയാൻ സർപ്രൈസ് ആയിട്ട് വന്ന എപ്പിസോഡ്, സർപ്രൈസ് ആയിട്ട് വന്നത് ഭാവന വന്ന് ഇവരെ കരയിച്ച എപ്പിസോഡ് എൻജോയ് ചെയ്യുന്ന എപ്പിസോഡായിരുന്നു. അല്ല അവിടെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ഫുൾ സ്ക്രിപ്റ്റഡ് അല്ലേ ചോദിച്ചിട്ടുണ്ട്. ആ നടക്കാൻ പോകുന്ന
ഇവന്റ്സ് അല്ലെങ്കിൽ ആ മൊമെന്റ്സ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നേരത്തെ പ്ലാനിങ് ഇല്ല ഒന്നും നടക്കത്തില്ല. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. സ്ക്രിപ്റ്റഡ് ആയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കുളമായിട്ടുണ്ട്. അപ്പൊ തന്നെ സർവത്തിന് വിളിച്ചോടി മക്കളെ അത് കുളമായിട്ടുണ്ട്, നിങ്ങൾ ഏറ്റെടുത്തോ. ഓക്കെ, അതെ, അതാണ് സംഭവം. അത് സരിഗമപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര റോ, എങ്ങനെയാണോ അങ്ങനെ തന്നെ. അവിടെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഫേക്ക് കരച്ചിൽ വന്നാൽ കരഞ്ഞോ, സന്തോഷം വന്നാൽ ചിരിക്ക്, കളിയാക്കാൻ തോന്നി കളിയാക്ക്. ജീവ കരഞ്ഞെന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടുകാര് കരഞ്ഞു എപ്പിസോഡില് അവര് കൊണ്ടത് വീട്ടുകാർ എന്നാലും വേണ്ടായിരുന്നു, ജീവയെ കരയിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവനടുത്ത്. അത് ഇവൻ ജീവൻ എന്ന് പറയുന്നത് സരിഗമപ്പയുടെ മാത്രമല്ല, ഇപ്പം ഓരോ വീടുകളുടെയും ജീവനാണ് ഈ ജീവ. അത് വെച്ചിട്ട് നമുക്കൊരു പാട്ടിൽ അങ്ങോട്ട് തീർത്തേക്കാം. ജീവയെ ഷാനിക്കും കൂടി ഒരു കോംബോ പാട്ട്. വരുമ്പോ കൂടെ വരുമ്പോ ആരും വരില്ല, ഉള്ളവരൊക്കെ ഇറങ്ങി പോകുന്നു. ഇപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട് അത് സ്ക്രിപ്റ്റ്. അയ്യോ, അതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഇത് ആരാണ് എഴുതുന്നത്? അങ്ങനെയാണ് തെളിക്ക്. എങ്ങനെ തെളിക്ക? നീ ഒരു പാട്ട് പാടും. അയ്യോ, എന്തോരം ഷാനിക്ക ഫ്രണ്ടിൽ പോകുന്നു, ഞാൻ പുറകിൽ വരും പാടാൻ. ഇവിടൊരു ചാകരയും മുത്തു വന്നപ്പോൾ ചിലരുടെ തോർത്ത് കീറി പോയ കാര്യം ഓർത്തു പോകവേ കാറ്റിനു നീ കാതുകുത്തൻ പാടുപെടേണ്ട സേനാപതി ജിമിക്കി കമ്മൽ എന്നെ പെൺ കട്ടോണ്ട് പോയേ, എന്നെ പെണ്ണ് ബ്രാൻഡ് അല്ല, നമ്മള് ഈ കരോളിന്റെ പ്രാക്ടീസ് നടക്കുമ്പോ ഐസേരം പോലെ ഞാൻ നോക്കുമ്പോ ജീവിക്ക് എങ്ങോട്ടോ പോകുന്നു. ഓക്കെ, അപ്പോ താങ്ക് യു ജോ. കണ്ണു പറഞ്ഞു. താങ്ക് യു. ഞങ്ങള് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഇത് ഞങ്ങൾ ഒരു ശീലമാക്കി വെക്കാൻ തീരുമാനിച്ചു. ഞങ്ങള് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. റൊമാൻസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ടൈം റൊമാൻസ്. അത് നമുക്ക് ഇവരോട് നന്ദി രേഖപ്പെടുത്താം. Bye. Bye. Please subscribe and press the bell icon on the YouTube app and never miss another update.